എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വരാൽ കറിയാണ്. വരാൽ കറി വരാലൊക്കെ വെട്ടി ക്ലീൻ ചെയ്ത് അതിനാവശ്യമായ കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരു ശകലം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, പക്ഷേ കുരുമുളകില്ല. പിന്നെ നമ്മൾ ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഈ കൂടിയോണ്ട് ഞാൻ ഓഫ് ചെയ്തായിരുന്നു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായി കാണും. ചട്ടി നല്ല ചൂടാണ്. ഇച്ചിരി ഉലുവ എണ്ണം മൂത്ത് വരുമ്പോൾ ഇച്ചിരി കടുക് പൊട്ടട്ടെ. ഇച്ചിരി വെളുത്തുള്ളി, അടുത്തത് ഇഞ്ചി, ഇളക്കി കൊടുക്കാം. എൻ്റെ മെഷീൻ്റെ സൗണ്ട് കാരണം ഇച്ചിരി സൗണ്ട് കുറവായിരിക്കും. ഇച്ചിരി കൊച്ചുള്ളി, മൂന്ന് പച്ചമുളക്, വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇന്നലെ ഇന്നലെ എൻ്റെ ഹസ്ബൻഡ് വലയിട്ടായിരുന്നു. ഇവിടെ വെള്ളം കയറി കിടക്കുമല്ലേ. അപ്പം അതിൽ കുറച്ച് വരാലും ചെമ്പല്ലി ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വരാൽ കറി വെക്കാമെന്ന് വിചാരിച്ചു. നമുക്കിതിനകത്തോട്ട് മസാലയെല്ലാം കൂടെ എന്നുവെച്ചാൽ മുളക്, മല്ലി, പച്ച മണമൊന്ന് മാറ്റാം. പിന്നെ ഈ ചൂടുവെള്ളം ഒഴിക്കുക, ശകലൊഴിക്കണം. മുളക് മൂത്തോന്ന് അറിയാമോ? വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് ഈ ചട്ടിയെ പിടിക്കാതെ എല്ലാം വിട്ട് വരും. ഞാൻ വെള്ളം ഒഴിക്കുന്നു. അതുവരെ ഇങ്ങനെ മിക്സ് ചെയ്യും. കണ്ടോ, ചട്ടിയിലെല്ലാം വീട്ടുന്നുണ്ട്. നമ്മൾ വെക്കണം. തിളക്കട്ടെ, എന്നിട്ട് മീനിടാം.
കുറച്ച് ഇനി നമുക്ക് മീനിടാം. കുടംപുളിയും ഇട്ട് കൊടുക്കാം. 2 കുടംപുളി ഇടുന്നു. ശരി, നല്ല കുടംപുളി ഇട്ട് മതി. നമ്മുടെ കറി നല്ലപോലെ തിളച്ച് റെഡിയായി. നമുക്കിതിനകത്ത് ഇച്ചിരി തേങ്ങാപ്പാൽ ചേർക്കാവേ. ഇത് ഇവിടുത്തെ മീനായിട്ട് വേണം വരാതെ ഇറക്കി തേങ്ങാപ്പാൽ. തേങ്ങാപ്പാൽ ചേർത്ത് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം. ഉപ്പ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉപ്പിട്ടായിരുന്നു, അത് കാണിക്കാൻ പറ്റിയത്. ഉപ്പിട്ട് കേട്ടോ. എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നുകൊണ്ടോ നമ്മുടെ കറി സെറ്റായി. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ ചട്ടിക്ക് ചെറിയ ചൂട്, നല്ല ചൂട് കാണുമെന്ന് വെച്ചാൽ ഈ ചട്ടിക്ക് നല്ല ചൂടുള്ള ചട്ടിക്ക്. അപ്പോൾ അതിനകത്ത് കുറച്ചുകൂടെ തള വരും. അതുകൊണ്ട് ഉണ്ടാവും. അങ്ങനെ വരാൽ കറി അങ്ങനെ റെഡിയായി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടെ എനാബിൾ ചെയ്യുക. താങ്ക് യു.